നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ ഓഫായി പോകുന്നു. ചിലപ്പോൾ അത് തന്നെ ഓണായി വരും. ചിലപ്പോഴാണെങ്കിൽ നമ്മൾ പവർ സ്വിച്ചിൽ അമർത്തി ഞെക്കി കഴിയുമ്പോഴാണ് ഓണായി വരുന്നത്. എന്നാൽ നമ്മൾ ചാർജർ കുത്തിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നേയില്ല. വളരെ സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്നവരാകാം നിങ്ങൾ. അല്ലെങ്കിൽ ഈ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് സർവീസ് സെൻ്ററിൽ കൊടുത്ത് നന്നാക്കി ഇപ്പോൾ ഉപയോഗിക്കുന്നവരാകാം. എന്തു തന്നെ ആയാലും ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കംപ്ലൈൻറ്റ് സാംസങ് മൊബൈൽ ഫോണുകൾ ഒഴികെ ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോണുകൾക്ക് കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ പ്രശ്നം ബാറ്ററിക്കകത്ത് വരുന്ന ഒരു കമ്പോണൻറ്റ് ഡാമേജ് ആകുന്നതാണ്. ആ കമ്പോണൻറ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം 99% പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇനി 99% എന്ന് പറഞ്ഞത് ചില കേസിൽ നമുക്കിത് പരിഹരിക്കാൻ സാധിക്കില്ല. ബാറ്ററി തന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. നിങ്ങളിൽ പലരും ഈ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് സർവീസ് സെൻ്ററിൽ കൊടുത്ത് ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടുള്ളവരാകാം. എന്നാൽ ഞാൻ ഇനി പറയുന്ന കണ്ടീഷൻസ് ആയിരുന്നു നിങ്ങളുടെ ഫോണിനെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നമുക്ക് ആ ബാറ്ററി റിപ്പയർ ചെയ്ത് റെഡിയാക്കാൻ സാധിക്കുന്നതായിരുന്നു. ഈ റീസ്റ്റാർട്ട് കംപ്ലൈൻറ്റ് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നല്ല രീതിയിൽ ചാർജ് നിൽക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ബാറ്ററി ചേഞ്ച് ചെയ്ത് മറ്റൊരു ബാറ്ററി വെക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല. ഇനി ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മിക്കവാറും ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി ആയിരിക്കും വെച്ച് തന്നിട്ടുണ്ടാകുക. പുറത്തെ ഷോപ്പുകളിലൊക്കെ തന്നെ ഒറിജിനൽ ബാറ്ററി കിട്ടാൻ കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി ആയിരിക്കും അവർ വെച്ച് തന്നിട്ടുണ്ടാകുക. നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്ന കേസിലുള്ള മൊബൈൽ ഫോണുകളാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും അതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്ത് മറ്റൊരു ബാറ്ററി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ബാറ്ററി തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഫോൺ അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് സർവീസ് ചെയ്ത് സേഫായിട്ട് നിങ്ങൾക്ക് തിരിച്ചെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലത്തെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.